ഓസ്ട്രേലിയയിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലിയിലെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ, അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ സെക്ടറിലുള്ളവരാണോ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ ഉള്ള എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ പുതിയ ജോലികൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ അറിയിക്കാനായിട്ട് നോക്കുക. കാരണം വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കറന്റ് ഒരു പോളിസി ഒരു ഇൻസെന്റീവ് സ്കീം എംപ്ലോയേഴ്സിന് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപ്രകാരം കൺസ്ട്രക്ഷൻ വിസ സബ്സിഡി പ്രോഗ്രാം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതുപ്രകാരം എലിജിബിൾ ആവുന്ന എംപ്ലോയേഴ്സ് ഈ സെക്ടറിൽ, അതായത് കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് ഉള്ള പ്രൊഫഷണൽസിനെയോ അല്ലെങ്കിൽ ട്രേഡ്സ് പേഴ്സൺസിനെയോ എടുക്കുകയാണെങ്കിൽ, അവർ എലിജിബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും $10,000 സബ്സിഡി പോലെ, അതായത് ഇൻസെന്റീവ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സോ അവിടെ എംപ്ലോയേഴ്സിന് അവർക്കത് ഈ എടുക്കുന്ന ആപ്ലിക്കന്റിന്റെ അല്ലെങ്കിൽ ജോബ് സീക്കറിന്റെ വിസ ഫീസ്, അതുപോലെ തന്നെ റീലൊക്കേഷന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന മേജർ എക്സ്പെൻസുകൾ ഇതിൽ അവർക്ക് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എക്സ്പെൻസ് വൈസ് അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിന് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടാനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഓസ്ട്രേലിയയിൽ അത് ആ സെക്ടറിലുള്ളവരോ അല്ലെങ്കിൽ ജോലി നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ ഒക്കെ തീർച്ചയായിട്ടും പാസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അതിന്റെ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്റെ മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.